സ്റ്റീമിംഗ് പ്രോപ്പറായി കഴിഞ്ഞാൽ അതും ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി ടീം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയുള്ളൂ. സ്റ്റീം ചെയ്തതിന് ശേഷം വരുന്ന ലെംസ് ഉണ്ടാവും. ആ ലെംസിനെ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ മില്ലിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് ലാസ്റ്റേക്ക് വരുമ്പോഴത്തേക്ക് എത്രമാത്രം ചെക്കിംഗ് ആണ്? നിങ്ങൾ QC ചെക്കിംഗ് മാത്രം നടക്കുന്നത്? നീണ്ട 34 വർഷമായി നമ്മൾ ഹോസ്പിറ്റൽ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു. മാനേജ്മെന്റിന്റെ സ്ട്രിക്ട് ഇൻസ്ട്രക്ഷൻ ഈ കാര്യത്തിനകത്തുണ്ട്. ക്വാളിറ്റിയിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഈ ഒരു പറയുന്ന ഈ കണ്ട മെഷീൻസ് ഒക്കെ ആദ്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഇത് കളക്ട് ചെയ്താൽ മാത്രം മതി അല്ലേ? F0 എന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണുള്ളത്. ഇവിടെ നാലകത്ത് ഗ്രൂപ്പിന്റെ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് Q സ്പൈസസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്ടറിയിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ പല രീതിയിലുള്ള പ്രോഡക്റ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ റൈസ് പൗഡേഴ്സ് വരുന്നുണ്ട്, മസാല പൗഡേഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ പ്രോഡക്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു കമ്പനി. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നമുക്കൊന്ന് കാണണ്ടേ? നേരെ Q സ്പൈസസ് കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്. നാലകത്ത് Q സ്പൈസസ് കമ്പനിയുടെ ടീമാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. സെൻട്രലായിട്ട് നിൽക്കുന്നതാണ് കമ്പനിയുടെ ഫാക്ടറി മാനേജർ മുഹമ്മദ് അലീക്ക. ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട്? കറക്റ്റ് 2022 ജൂണിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് 2.5 വർഷം കഴിയുന്നു. മൂന്നാമത്തെ വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെ പ്രോഡക്റ്റ് നിങ്ങളുടെ പ്രൊഡക്ഷൻ നടക്കുന്നത്? മെയിൻ ആയിട്ട് നമ്മൾ റൈസ് പ്രോഡക്ട്സ് ആണ്. റൈസ് പ്രോഡക്ട്സിനകത്ത് തന്നെ ഒരു 9ഓളം വെറൈറ്റീസ് ചെയ്യുന്നുണ്ട്. പിന്നെ മസാലയുണ്ട്, മസാലയിലും ഒരു 11ഓളം വെറൈറ്റീസ് ചെയ്യുന്നുണ്ട്. ഡയറ്റ് പൗഡേഴ്സിൽ ഒരു 6 വെറൈറ്റി ചെയ്യുന്നുണ്ട്. കൂടാതെ പിക്കിൾസ്, വിനെഗർ, ഏകദേശം ഒരു 80ഓളം SKUs ഇപ്പോൾ ചെയ്യുന്നുണ്ട്. 80ഓളം പ്രോഡക്ട്സ് ഇവിടെ മാത്രം, ഈ ഒരു ഫാക്ടറി മാത്രം ചെയ്യുന്നത്? അതെ. ഓ, ഇനി എനിക്ക് അറിയേണ്ടത് ഇവിടുത്തെ ഇതിന്റെ പ്രൊഡക്ഷൻ രീതിയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നത്? നമുക്ക് അതിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് സ്റ്റീംഡ് പുട്ടുപൊടി ലൈനാണ്. ഈ പ്രോസസ്സിൽ ഫസ്റ്റ് ഓഫ് ഓൾ റോ മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ നടത്തുന്നത്. ക്വാളിറ്റി സൈഡിൽ നിന്നുള്ള ചെക്കിംഗ് ഉണ്ടാവും. അതിനുശേഷമാണ് നമ്മൾ റോ മെറ്റീരിയലിലേക്ക് ഫീഡ് ചെയ്യുക. 3-4 വെറൈറ്റി റൈസ് ആയിരിക്കും നമ്മൾ ഇതിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്വാളിറ്റി ചെക്കിങ്ങിന് കഴിഞ്ഞ ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്ന റൈസ് നേരെ ഡീസ്റ്റോണിലേക്കാണ് പോകുന്നത്. ഡീസ്റ്റോണിങ് കഴിഞ്ഞതിന് ശേഷം ഈ ഡീസ്റ്റോൺ ചെയ്ത സമയത്ത് സൈഡിലേക്ക് വരുന്ന ഈ റൈസ് എന്താണ്? ഇത് കുറച്ചൊരു തിക്നെസ്, അത് കുറച്ച് വലിയ സൈസ്, അത് ഓവർ വെയിറ്റ് കൂടിയ റൈസ് ആയിരിക്കും. പിന്നെ സ്റ്റോൺ ഉണ്ടെങ്കിൽ സ്റ്റോൺ വരാൻ സാധ്യത വളരെ റെയർ ആയിട്ടാണ് കാണാറുള്ളതൊക്കെ. അപ്പം ഒരേ സൈസിലുള്ള അരിയാണ് ശരിക്കും ഓഫ് കോഴ്സ് പൊടിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത്. എക്സാക്ട്ലി. അതിനുശേഷമാണ് പിന്നെ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും അയൺ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ടാവും. ആ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്നുള്ള രീതിയിൽ ഒരു മാഗ്നറ്റ് ഉണ്ടാവും. മാഗ്നറ്റിന്റെ അത് പ്രോസസ് കഴിഞ്ഞ ശേഷമാണ് നേരെ വാഷിലേക്ക് ഇത് പോവുക. ഇത് ഡീസ്റ്റോൺ, ഇതൊരു എലിവേറ്റർ ത്രൂ ആണ് വലിച്ചെടുത്ത് പോകുന്നത്. ബക്കറ്റ് എലിവേറ്റർ ആണ്. ഈ പ്രോസസ്സ് കഴിഞ്ഞ് നേരെ വാഷിംഗിലേക്ക് വരുന്നു. വാഷിംഗ് നമുക്കൊരു 3 ടൈമാണ് വാഷിംഗ് വരുന്നത്. വാഷിംഗ് വിത്ത് സോക്കിംഗ് ആണ് അവിടെ. ഈ പ്രോസസ്സിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ചെറിയ ലൈറ്റ് ആയിട്ടുള്ള പാർട്ടികൾസ് ഉണ്ടെങ്കിൽ അതും കൂടി ആ വാഷിംഗിൽ പുറത്തേക്ക് പോകുന്നതാണ്. മാത്രമല്ല ശരിയായ രീതിയിലുള്ള സോഫ്റ്റ്നെസ് കിട്ടുന്നുണ്ടെങ്കിൽ സോക്കിംഗ് അത്യാവശ്യമാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റീമിംഗ് ആണ്. നേരെ താഴെ ഈ കാണുന്ന ലൈൻ, നമ്മൾ താഴെ കാണുന്ന സ്റ്റീം ലൈൻ ആണ്. ഈ ലൈനിലേക്ക് സ്റ്റീം ചെയ്യുന്ന സമയത്ത് സ്റ്റീം ചെയ്താൽ പർട്ടിക്കുലർ ടൈം കൊടുത്തിട്ടുണ്ടാവും. ആ ടൈമിലായിരിക്കും സ്റ്റീം ചെയ്യുക. ഓരോ റൈസിന്റെയും ഹാർഡ്നെസ് അനുസരിച്ചായിരിക്കും നമ്മൾ സ്റ്റീമിന് ടൈം മാറ്റുക. സ്റ്റീമിംഗ് പ്രോപ്പറായി കഴിഞ്ഞാൽ അതും ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി ടീം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയുള്ളൂ. അതിനുശേഷം നമുക്ക് ലെംസ് ബ്രേക്കർ ആണ്. ഇതിനകത്ത് ഉണ്ടാകുന്ന സ്റ്റീം ചെയ്തതിന് ശേഷം വരുന്ന ലെംസ് ഉണ്ടാവും. ആ ലെംസിനെ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ മില്ലിലേക്ക് കൊടുക്കുക. അതിന് പൊടിക്കുകയാണ്. അതെ, പൗഡർ ചെയ്യാണ്. പൗഡറിങ് കഴിഞ്ഞ് പ്രോസസ് നേരെ റോസ്റ്റിലേക്കാണ് പോകുക. പിന്നെ മുകളിലേക്ക് പോവാണ്. പിന്നെ മുകളിലേക്ക് അതും അവിടെയും ബ്ലോവർ ത്രൂ സക്ക് ചെയ്തിട്ടാണ് പോകുക. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ടെമ്പറേച്ചറിനകത്ത് നിന്നുകൊണ്ട് തന്നെ റോസ്റ്റ് ചെയ്യുക. ഏകദേശം 1.5 മണിക്കൂറോളം റോസ്റ്റിംഗ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു റോസ്റ്ററല്ല ഇവിടെ വർക്കിംഗ് അല്ല, ഒത്തിരി റോസ്റ്റർ ഒരേ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, ഒരേ സമയത്ത് വരുന്ന ഇത്രയധികം റോസ്റ്റേഴ്സിലൂടെയാണ് നമ്മൾ പ്രോസസ് നടത്തുന്നത്. നമുക്ക് ഒരു ദിവസം കപ്പാസിറ്റി അതിനനുസരിച്ച് പ്ലാനിങ്ങിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോസ്റ്റിംഗ് കഴിഞ്ഞ ശേഷം പിന്നെ നേരെ സിഫ്റ്ററിലേക്കാണ് പോകുക. ഈ സിഫ്റ്റർ പോകുന്നതും ഒരു കൂളിംഗ് സിസ്റ്റത്തിലൂടെയാണ് പോകുന്നത്. അപ്പം സിഫ്റ്റിംഗ് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഗ്രാനുലേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ പർട്ടിക്കുലർ ഗ്രാനുലേഷനിലേക്ക് ആണ് നമുക്ക് പുട്ടിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് വേണ്ടിയാണ് സിഫ്റ്റർ ഉണ്ടാവുക. അപ്പോൾ ഇതൊരു ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് കൂടിയാണ്. സിഫ്റ്റിങ്ങിന്റെ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ പാക്കിങ്ങിലേക്കാണ് പോവുക. നമുക്ക് 2 പാക്കിംഗ് മെഷീനാണ് പ്രസന്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 1/2 kg 1 kg പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ 5 kg വേറെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 ടൈപ്പ് പാക്കിംഗ് ആണ് നമുക്കുള്ളത്. പാക്കിംഗ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവിടെ ക്വാളിറ്റി ചെക്കിംഗ് നടക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും ഒരു ചെക്കിംഗ് ഉണ്ട്. അതെ, അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബാച്ച് കോഡിംഗ് കറക്റ്റ് ആണെന്ന് അറിയാനും പ്രൈസ് കറക്റ്റ് ആണെന്ന് അറിയാം, സീലിംഗ് ഇന്റഗ്രിറ്റി കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ചെക്കിംഗ് ആണ്. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് ലാസ്റ്റേക്ക് വരുമ്പോഴത്തേക്ക് എത്രമാത്രം ചെക്കിംഗ് ആണ്? നിങ്ങൾ QC ചെക്കിംഗ് മാത്രം നടക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഓരോ പ്രോഡക്റ്റ് പുറത്തേക്ക് പോകുമ്പോൾ അത്രണ്ട് ഭയം എന്നാ പോകുന്നത്. കാരണം പ്രൊഡക്റ്റുകൾ എപ്പോഴും ക്വാളിറ്റിയിൽ തന്നെ പോകണമെന്ന് ഉറപ്പുള്ളതുകൊണ്ടും ഇതേ ചെക്കിംഗ് തന്നെ ഇനി ഫോളോ ചെയ്യുന്നുണ്ട്. ഒരെണ്ണം പ്രശ്നം വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്ലാന്റ് ഫാക്ടറിക്ക് തന്നെ ബാധിക്കും. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ആരോഗ്യ മേഖലയിൽ നിന്നാണ് നേരെ ആഹാര മേഖലയിലേക്ക് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ അതിന് കെയർ ചെയ്താൽ മതിയാവും. ഇവിടെ ഇതിന് ശേഷം പിന്നെ ബണ്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പാക്കിങ്ങിന് ശേഷം നേരെ പിന്നെ ബണ്ടിലിംഗിലേക്കാണ് പോവുക. ബണ്ടിലിംഗ് കഴിഞ്ഞ ശേഷം നേരെ അത് ഡെസ്പാച്ചിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് 4th Q സ്പൈസസിന്റെ സ്പൈസസ് വിങ് യൂണിറ്റിലേക്കാണ്. റോ മെറ്റീരിയൽ ഇവിടെ വന്നതിന് ശേഷം നേരെ നമ്മൾ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ആണ്. ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. എന്നിരുന്നാൽ കൂടി ഒന്നുകൂടി ഒന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മൾ ഒരു തവണ കൂടി ക്വാളിറ്റി ചെക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ നേരെ ഡീസ്റ്റോണിംഗ് കഴിഞ്ഞാൽ നേരെ മില്ലിംഗിലേക്കാണ് പോകുക. മില്ലിംഗ് നമുക്ക് 2 സ്റ്റേജാണുള്ളത്, ഫസ്റ്റും സെക്കൻഡും. ഈ ഫസ്റ്റ് കട്ടിങ് കഴിഞ്ഞ് സെക്കൻഡ് കട്ടിങ് കഴിഞ്ഞ ശേഷമാണ് ഫൈനലിലേക്ക് വരിക. ഈ ഏരിയയിലെല്ലാം മാഗ്നറ്റ് നമ്മൾ സംവിധാനം ചെയ്തിട്ടുണ്ട്.
ഒരു ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്നുള്ള രീതിയിൽ അതും എന്തെങ്കിലും ഒരു തരത്തിലുള്ള ക്വാളിറ്റി ഡീവിയേഷൻ വന്നാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാഗ്നറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പറയുന്ന ഈ കണ്ട മെഷീൻസ് ഒക്കെ ആദ്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഇത് കളക്ട് ചെയ്താൽ മാത്രം മതി അല്ലേ? പാക്ക് ചെയ്തിട്ടാണ് ഇതിന്റെ പുറത്ത് വരുന്നത്. കറക്റ്റ് ആണ്. ഇതിന്റെ ഇടയിൽ ആരും കൈകൊണ്ട് തൊടുക ആവശ്യമേ ഇല്ല. അതിനുശേഷമാണ് പിന്നെ നമുക്ക് നേരെ പൗഡർ കളക്ട് ചെയ്ത് നേരെ പാക്കിംഗ് മെഷീനിലേക്ക് പോകുന്നത്. പാക്കിംഗ് നമുക്ക് 100 ഗ്രാം മുതൽ 250, ഹാഫ് kg, 1 kg ഇത്രയും വേരിയൻസ് നമുക്ക് പാക്ക് ചെയ്യാൻ കഴിയും. ഇവിടെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത് ഇവിടെ നടക്കുന്ന ഓരോ പ്രൊഡക്ഷന്റെ ബാച്ച് വൈസ് കൗണ്ടർ സാമ്പിൾസ് ആണ്. അതായത് ഓരോ ബാച്ചും അതിന്റെ ഷെൽഫ് ലൈഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി എന്തൊരു കംപ്ലൈൻറ്റ്സ് കസ്റ്റമറിൽ നിന്ന് വരികയാണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഫാക്ടറിക്ക് പ്രത്യേകമായിട്ട് ലാബും RNA സെക്ഷനും ഉണ്ട്. അവിടെ കൂടുതലാണ് നമ്മൾ ചെയ്യുന്ന മോയ്സ്ചറൈസറും ഫിസിക്കൽ അനാലിസിസുമാണ്. അതിന്റെ കൃത്യമായ എല്ലാ ടെസ്റ്റുകളും ഇവിടെ നടക്കുന്നത്. എല്ലാ ടെസ്റ്റുകളും കൃത്യമായി നടത്തിയിട്ട് തന്നെയാണ്. ഓരോ പ്രോഡക്റ്റിനും അതിന്റേതായ ടെസ്റ്റുകൾ പ്രത്യേകം ഉണ്ടാവുമോ? അതെ, ഓരോ പ്രോഡക്റ്റിനും ഓരോ ബാച്ചും നമ്മൾ കൃത്യമായിട്ട് ഈ പറയുന്ന എല്ലാ അനാലിസിസ് നടത്തിയിട്ട് തന്നെ പോകും. ആസ് പെർ FSSAI റൂൾസ് അനുസരിച്ച് തന്നെയാണ് പോകുന്നത്. നാലാമത്തെ ഗ്രൂപ്പിന് തന്നെ ഒരു ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. ആ ഒരു ഗ്രൂപ്പിന്റെ തന്നെയാണ് നമ്മൾ ഏറ്റവും അറിയപ്പെടുന്ന മൗലാന ഹോസ്പിറ്റലും വരുന്നത്. അതെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഫുഡ് പ്രോസസിംഗ് യൂണിറ്റിൽ നടക്കുന്ന പ്രോസസിംഗ് അല്ലെ പ്രൊഡക്ഷനിൽ അത്രമാത്രം ക്വാളിറ്റി നിങ്ങൾ എവിടെയും കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് അതൊരു വെല്ലുവിളിയാണ്. കാരണം നീണ്ട 34 വർഷമായി നമ്മൾ ഹോസ്പിറ്റൽ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആളുകളുടെ ഒരു വിശ്വാസം ഉണ്ടാവും. ഈ വിശ്വാസം നമ്മൾ കാരണം ക്യൂസ്പൈസ് കാരണം തെറ്റിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന്റെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഈ കാര്യത്തിനകത്തുണ്ട്. ക്വാളിറ്റിയിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അതാണ് ഏറ്റവും ഒരു ഞങ്ങളൊരു വെല്ലുവിളിയായിട്ട് എടുത്തിട്ടുള്ളത്. ഏറ്റവും നല്ല പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കണം. കറക്റ്റ്. ഏറ്റവും നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് മാത്രമേ ഞങ്ങൾ പുറത്തേക്ക് കൊടുക്കാറുള്ളൂ. നിലവിൽ കമ്പനിയുടെ പ്രോഡക്റ്റ് എവിടെയൊക്കെ നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യക്കകത്തും പുറത്ത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ GCC കൺട്രികൾ പോകുന്നുണ്ട്. പുറത്തേക്ക് പോകുമ്പോൾ ഇന്ത്യക്ക് പുറത്ത് പോകുന്ന GCC കൺട്രികളുണ്ട്, ആഫ്രിക്കൻ കൺട്രികളുണ്ട്. ആഫ്രിക്കയിലൊക്കെ പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതല്ലാതെ ഇപ്പം പുതുതായിട്ട് ആർക്കെങ്കിലും ഇത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിലൊക്കെ നിങ്ങൾ കൊടുക്കാൻ, നിങ്ങൾ അല്ലെങ്കിൽ GCC കൺട്രീസിലൊക്കെ കൊടുക്കാൻ നിങ്ങൾ ഇനിയും റെഡിയാണോ? തീർച്ചയായിട്ടും. കാരണം നിലവിൽ ഉള്ള ഏരിയയിൽ കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ബ്രാൻഡിൽ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രൈവറ്റ് ലേബലിംഗ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും. പ്രൈവറ്റ് ലേബിൾ നമുക്കിപ്പോ കേരളത്തിൽ തന്നെയുള്ള പ്രമുഖ കമ്പനികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും കൊടുക്കാം. കാരണം പ്രൈവറ്റ് ലേബിൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സമീപിച്ചാൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ബ്രാൻഡ് ചെയ്ത് കൊടുക്കും. തീർച്ചയായും. അതേ ക്വാളിറ്റി തന്നെയാണ്. എക്സാക്ട്ലി അതേ ക്വാളിറ്റി കുറച്ച് കൊടുത്താൽ നമുക്ക് വൺ ടൈം കൊടുക്കാൻ കഴിയും. പബ്ലിക് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ക്വാളിറ്റി കൊടുത്തേ മതിയാവും. അതാണ് ഏറ്റവും ആവശ്യം. തീർച്ചയായിട്ടും. കാരണം അവർ വരുന്ന ഒരു പക്ഷേ കൂടുതലും നമ്മൾ മൗലാന ഹോസ്പിറ്റൽ കവറോഫിൽ അല്ലെങ്കിൽ നാലാമത്തെ ഗ്രൂപ്പിന്റെ കവറോഫിലാണെന്നുള്ള ഒരു വിശ്വാസത്തിലായിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് അതിനകത്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ആ കാര്യത്തിൽ. അപ്പൊ അത്രമാത്രം ക്വാണ്ടിറ്റി വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള തീർച്ചയായും പ്ലാൻ യൂട്ടിലിറ്റിയുടെ ഏതാണ്ട് 50% നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ബാലൻസിന്റെ കിടക്കണം. നമുക്ക് റൗണ്ട് ഷിഫ്റ്റ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാവുന്നേ ഉള്ളൂ. ഇത്രയാണ് നാലകത്ത് ഗ്രൂപ്പിന്റെ ക്യൂ സ്പൈസസിന്റെ വിശേഷങ്ങൾ. നല്ല അടിപൊളി പ്ലാന്റ് അല്ലേ? എന്തുമാത്രം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഇവിടെ ഓരോ പ്രോഡക്റ്റും ചെയ്തിരിക്കുന്നത്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്, അറിഞ്ഞിട്ടുള്ളത്. അതും ഒരു ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു ഭാഗത്തേക്ക് പാക്ക് ചെയ്യുന്നത് വരെ ആരും ഇത് കൈകൊണ്ട് ടച്ച് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു മെഷീൻസ് ഒക്കെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും പല പ്രോഡക്റ്റുകളാണ്. നമുക്ക് ആവശ്യമുള്ള പുട്ടുപൊടി മുതൽ അരിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടോ അതൊക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ മസാല ഐറ്റംസും എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്തെടുക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഫാക്ടറി. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് തീർത്താണ്. അടുത്ത അടിപൊളി വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.